എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പപ്പടത്തിൻ്റെ പാക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കടയിൽ നിന്ന് പപ്പടം മേടിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് നല്ല ടേസ്റ്റ് ഉള്ളതാണോ, നന്നായിട്ട് പൊങ്ങി വരുമോ എന്നൊക്കെ മാത്രമേ നോക്കാറുള്ളൂ. പപ്പടത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് അധികം ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. മായം ചേർത്ത പപ്പടങ്ങൾ പല രോഗങ്ങൾക്കും കാരണമാകും. അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. പപ്പടത്തിലെ മായം ഒരു പരിധി വരെ കണ്ടുപിടിക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇത് ഉഴുന്നുമാവ് ഉപയോഗിച്ചും മൈദ ഉപയോഗിച്ചും ഉണ്ടാക്കിയ പപ്പടങ്ങളാണ്. മൈദയും കൊണ്ടുണ്ടാക്കിയ പപ്പടം വെള്ളത്തിലിട്ടതിന് ശേഷം അതേ കട്ടിയിൽ തന്നെയും, ഉഴുന്നുമാവിട്ട് ഉണ്ടാക്കിയത് വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് കട്ടി കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള 5 പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട്. ഓരോ പാക്കറ്റിൽ നിന്നും ഓരോ പപ്പടം എടുത്ത് ഓരോ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഏകദേശം 3 മാസമായി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പപ്പടമാണ്. ഇതുപോലെ നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ പപ്പടം സൂക്ഷിച്ചു വെക്കാം. ഇത് 5 സ്ഥലത്തായിട്ടുണ്ടാക്കിയ പപ്പടമാണ്. ഇതിൽ കൈ ഉപയോഗിച്ച് പരത്തി ഉണ്ടാക്കിയ പപ്പടവും മെഷീൻ ഉപയോഗിച്ച് പരത്തിയ പപ്പടവും ഉണ്ട്. ഇത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 5 തരത്തിലുള്ള പപ്പടവും ഓരോ പാത്രത്തിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പപ്പടത്തിൻ്റെ ഗുണനിലവാരം പല തരത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമ്മളൊക്കെ മിക്കവാറും പപ്പടം കഴിക്കുന്നവരല്ലേ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പല തരത്തിൽ എങ്ങനെ പപ്പടത്തിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ പാത്രത്തിലുള്ള പപ്പടത്തിലൂടെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഇതെങ്ങനെയാണെന്ന് നോക്കാം. 10 മിനിറ്റിന് ശേഷം ഓരോ പപ്പടമായിട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ എടുത്ത മിക്കവാറും പപ്പടവും റബ്ബർ പോലെ വലിഞ്ഞു വരുന്നുണ്ട്. ഇതിനർത്ഥം ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ്. ഈ അവസാനം എടുത്ത പപ്പടം കുറച്ച് കട്ടിയും കൂടിയിട്ടുണ്ട്, വലിയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകുന്ന ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന 2 പപ്പടം വെള്ളത്തിലിട്ടതിന് ശേഷം കളർ വ്യത്യാസവും വന്ന് കട്ടിയും കൂടിയിട്ടുണ്ട്. 3 പപ്പടം വെള്ളത്തിലിട്ടതിന് ശേഷം ഒട്ടും കട്ടിയും കൂടിയിട്ടില്ല, കളർ വ്യത്യാസവും വന്നിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. മേടിച്ച് ഉടനെയാണെങ്കിൽ നല്ല പപ്പടം വെള്ളത്തിലിട്ടാൽ ഉടനെ തന്നെ അത് പൊടിഞ്ഞു വരും. ഇത് 3 മാസം കഴിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടി വരാത്തത്. എങ്കിലും ഇത് നമുക്ക് വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും. മൈദ കൊണ്ടുണ്ടാക്കിയ പപ്പടം വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് മണത്ത് നോക്കിയാൽ അതിന് യാതൊരു മണവും കാണില്ല. ഉഴുന്നുകൊണ്ടുണ്ടാക്കിയ പപ്പടം വെള്ളത്തിലിട്ടതിന് ശേഷം മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉഴുന്നിൻ്റെ മണം കിട്ടും. ഇവിടെ എടുത്തിരിക്കുന്ന 3 പപ്പടത്തിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. ഒരു പപ്പടത്തിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാലാവധിയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പപ്പടമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പപ്പടം ഉണ്ടാക്കേണ്ടത്. ഉഴുന്നുപൊടി, എള്ളെണ്ണ, ഉപ്പ്, പപ്പടക്കാരം ഇവയാണ് ഈ പപ്പടത്തിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. പപ്പടം ഉണ്ടാക്കി നോക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റായിട്ടും പൊള്ളി വരുന്നതും ഈ പപ്പടമാണ്. ഈ പപ്പടവും ഉഴുന്നുകൊണ്ടുണ്ടാക്കിയതാണ്. വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല കട്ടിയായി വരികയും ഉഴുന്നിൻ്റെ ഒരു മണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് മൈദ കൊണ്ടുണ്ടാക്കിയ പപ്പടമാണ്. ഇതിനെ വെള്ളത്തിലിട്ടതിന് ശേഷം യാതൊരു മണവോ കട്ടി കൂടുവോ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അടുത്തതായി പപ്പടം നല്ലതാണോ എന്നറിയാനുള്ള ഒരു മാർഗം, മൈദ ചേർത്തുണ്ടാക്കിയ പപ്പടത്തിന് യാതൊരു കളർ വ്യത്യാസവും ഇവിടെ വന്നിട്ടില്ല. ഉഴുന്ന് ചേർത്തുണ്ടാക്കിയ പപ്പടത്തിന് കുറച്ച് കളർ വ്യത്യാസവും വന്നിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുറച്ച് അലിഞ്ഞു ചേർന്നിട്ടുമുണ്ട്. ഈ 2 പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഉഴുന്ന് ചേർത്തുണ്ടാക്കിയ പപ്പടവും 3 എണ്ണത്തിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് മൈദ ചേർത്തുണ്ടാക്കിയതുമാണ്. ഇതുപോലെ പല പാക്കറ്റ് പപ്പടം മേടിച്ച് പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാക്കറ്റ് പപ്പടം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വെള്ളത്തിലിട്ട് നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും. പപ്പടം മേടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവുന്ന സ്ഥലത്ത് നിന്ന് വേണം മേടിക്കാൻ വേണ്ടി. പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പടം നമുക്ക് കിട്ടും. ഇനി മുതൽ പപ്പടം മേടിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസും എക്സ്പയറി ഡേറ്റുമുള്ള പപ്പടമെങ്കിലും നോക്കി മേടിക്കണം. ഇനി മുതൽ പപ്പടം മേടിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള പപ്പടം നോക്കി മേടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2 കഷ്ണം പപ്പടം വെള്ളത്തിലിട്ടത് എടുത്തിട്ടുണ്ട്. ഒന്ന് മൈദ കൊണ്ടുണ്ടാക്കിയതും ഒന്ന് ഉഴുന്നുപൊടി കൊണ്ടുണ്ടാക്കിയതുമാണ്.
ഉഴുന്നുപൊടി കൊണ്ടുണ്ടാക്കുന്ന പപ്പടം ഉഴുന്നിൻ്റെ മണമായിട്ട് നല്ല കട്ടിയായിട്ട് ഇരിക്കും. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പപ്പടത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വിവരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.